നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം, ഉത്തരട്ടാതി, രേവതി നക്ഷത്ര ജാതകരുടെ 2026 വാർഷിക ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മീനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്ന് ചോദിച്ചാൽ, ഏതൊരു മീനക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 വർഷത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചരരാശി ഗ്രഹസ്ഥിതി പ്രധാനപ്പെട്ടതെന്ന് ശ്രദ്ധിച്ചാൽ, ജന്മസ്ഥിതനായിട്ടുള്ള ശനിയും 4-5 ഭാവങ്ങളിലേക്ക് മാറി മാറി വരുന്ന വ്യാഴവും 12-ലെ രാഹുവും 6-ലെ കേതുവും, അതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള മാസാമാസമുള്ള ഗ്രഹസ്ഥിതിയും വിലയിരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദ നക്ഷത്ര യാതൊരുടെ ഫലം പറഞ്ഞാൽ 2026 മെയ് മാസം 30-ാം തീയതി വരെ ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്ഥാനഭ്രംശം, തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇളക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ ശത്രുശല്യം വർദ്ധിക്കുവാനും മനക്ലേശം ഉണ്ടാകാനും ഇടയുണ്ട്. ആപത്തുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രവാസ ജീവിതത്തിലേക്ക് താല്പര്യപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായാലും തൊഴിൽ അന്വേഷകരായാലും, പ്രവാസ ജീവിതത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി കിട്ടുന്നതാണ്. യാത്രാവേളകളിൽ ദുരിതമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ജാഗ്രത പുലർത്തണം. അപകട സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വാഹനം ഓടിക്കണം. മാതാവുമായിട്ട് ബന്ധപ്പെട്ട് മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗ്യ കടാക്ഷമില്ലായ്മ ഏത് കാര്യത്തിലും ഫീൽ ചെയ്തേക്കാം. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏകദേശം വിജയിക്കുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പാപപങ്കിലമായിട്ടുള്ള കർമ്മങ്ങളിൽ പങ്കാളിയാവേണ്ടി വരും. ഏതെങ്കിലും അടുത്ത ബന്ധത്തിൽ നിന്നും ഒരു വിരഹ ദുഃഖം അനുഭവിക്കണം. ഗ്രഹമാറ്റം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ധനവ്യയമുണ്ടാവാം. എന്നാൽ കടബാധ്യതകൾ തീർക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തുടക്കം തടസ്സമാണെങ്കിലും മുന്നോട്ടുള്ള പോക്കിൽ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗവിമുക്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അധികാരപ്രാപ്തിയിലേക്കും നയിച്ചേക്കാം. ഇവരെ 2026 ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച തോറും നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എല്ലാം ധൈര്യം കലർത്തി ചോറ് കൊടുക്കുക, അസ്തമയ ശേഷം ശാസ്താവിന് നീരാജനം തെളിക്കുക എന്നിങ്ങനെയുള്ള വഴിപാടും, വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക എന്ന പരിഹാരവും, ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിലോ രാഹുർ ക്ഷേത്രത്തിലോ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥന ചെയ്യുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടും. ഇനി 2026 ജൂൺ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ പൂരുരുട്ടാതി 4-ാം പാദക്കാർക്കുള്ള ഫലം ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഫലങ്ങളാണ്. ധനപരമായിട്ടുള്ള വരുമാനം വർദ്ധിക്കുവാനും ജോലി കിട്ടുവാനും ജോലികൾ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മക്കൾക്ക് ജോലി കിട്ടുക, മക്കളുടെ വിവാഹം നടക്കുക, മക്കളുടെ വിദേശയാത്ര നടക്കുക, മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പൂർത്തീകരിക്കുക തുടങ്ങിയിട്ട് പുത്രസുഖപ്രാപ്തിക്ക് യോജ്യമാകുന്ന എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്, എങ്കിലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കും. വിവാഹം നടക്കാത്ത മക്കൾക്ക് വിവാഹം നടക്കും, അല്ലെങ്കിൽ തറവാട്ടിൽ ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകും, മനസമാധാനമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. അതായത് 2026 പൂരുരുട്ടാതി 4-ാം പാദക്കാരുടെ ഫലം നോക്കിയാൽ ജനുവരി മുതൽ മെയ് മാസം വരെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെങ്കിലും ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം അവരെ സംബന്ധിച്ച് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന സൗഭാഗ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 30-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ
കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. ശത്രുക്കളെ, സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കും. കാര്യഗുണം ഉണ്ടാകേണ്ടതാണ്. രോഗവിമുക്തിയും അധികാരപ്രാപ്തിയും ലഭ്യമാകും. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കും. അത് വിദ്യാഭ്യാസ വിഷയമാണെങ്കിലും അതല്ല തൊഴിലാണെങ്കിലും. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകൾ വർദ്ധിക്കും. പാപമംഗലമായിട്ടുള്ള കർമ്മങ്ങളിൽ പങ്കാളിയാകേണ്ടി വരും. വിരഹദുഃഖം അനുഭവിക്കാൻ ഇടയുണ്ട്. ഗ്രഹം മാറി താമസിക്കുവാനുള്ള ശ്രമം വിജയിക്കും. തൊഴിൽ മാറ്റത്തിനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. രോഗദുരിതം സംബന്ധിച്ചിട്ടുള്ള ധനച്ചെലവുകൾ ഉണ്ടാകും. യാത്രാവേളകളിൽ ദുരിതമയമാകാതിരിക്കുവാൻ ഡ്രൈവിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ദൗർഭാഗ്യമോ ഉണ്ടാകാം. സ്ഥാനഭ്രംശം, ശത്രുശല്യം, മനക്ലേശം, പ്രവാസ ജീവിതം എന്നിങ്ങനെയുള്ള ഫലങ്ങളാണ് ഇവർക്ക് ഏകദേശം ജനുവരി 1 തീയതി മുതൽ മെയ് മാസം 30 വരെയുള്ള കാലഘട്ടത്തിൽ അനുഭവപ്പെടുക. എന്നാൽ 2026 ജൂൺ മാസം 1 മുതൽ 2026 ഡിസംബർ മാസം 30 വരെയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ ഈ ദോഷഫലങ്ങളൊക്കെ അങ്ങോട്ട് മാറും. ഇവരെ സംബന്ധിച്ച് തൊഴിൽ ലാഭം ഉണ്ടാകും. തൊഴിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇവരുടെ മക്കളെ സംബന്ധിച്ച് മക്കൾക്ക് തൊഴിലില്ലെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടും. അവർക്ക് വിവാഹം നടന്നിട്ടില്ലെങ്കിൽ വിവാഹം നടക്കും. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ വിവാഹലബ്ധി, ധനധാന്യലബ്ധി, ധനലാഭം, പുത്രസുഖപ്രാപ്തി, സൽസന്താന ഭാഗ്യമടക്കമുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും. അതായത് ഇവരെ സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ പ്രതികൂലമാണെങ്കിലും ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ളത് വളരെയേറെ നല്ല ഫലങ്ങൾ, ഐശ്വര്യ ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇവർ വർഷം മുഴുവൻ ചെയ്യേണ്ടുന്ന ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എള്ളും തേരും കലർത്തി ചോറ് കൊടുക്കുക, അസ്തമയ ശേഷം ശാസ്താവിനെ നീരാജനം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വേണ്ടുന്ന വഴിപാടുകൾ നടത്തുക. പിന്നെ വ്യാഴാഴ്ച ദിവസമുള്ള വഴിപാടുകൾ നടത്തലും പ്രാർത്ഥനയൊക്കെ കഴിവതും ജൂൺ 1 വരെ മാത്രം മതി, തുടർന്ന് നടത്തേണ്ടതില്ല. അങ്ങനെയാണ് ജ്യോതിഷപരമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇനി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ 2026 ജനുവരി മാസം 1 മുതൽ 2026 മെയ് മാസം 30 വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും തൊഴിൽപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുവാനും മനക്ലേശം ഉണ്ടാകുവാനിടയുണ്ട്. ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഏതെങ്കിലും അപകടമോ ആപത്തോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രവാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. യാത്രാവേളകൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി തന്നെ യാത്രാവേളകൾ കൈകാര്യം ചെയ്യണം. വാഹന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ടും ചില ദുഃഖാനുഭവങ്ങൾക്ക് ഇടയാകേണ്ടതാണ്. ദൗർഭാഗ്യം വർദ്ധിക്കാനിടയുണ്ട്. പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും. ചിലവുകൾ നിയന്ത്രണാതീതമായിരിക്കും. പാപകർമ്മങ്ങളിൽ തൽപരത വർദ്ധിക്കുവാനും അതുവഴി സഞ്ചരിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും. അത് നിയന്ത്രിച്ചുകൊള്ളണം. വിരഹദുഃഖം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഗൃഹം മാറി താമസിക്കുവാനുള്ള ആഗ്രഹം സഫലീകൃതമാകുന്നതാണ്. തൊഴിൽ മേഖലയിലൊരു മാറ്റം അല്ലെങ്കിൽ തൊഴിൽ മാറ്റം, തൊഴിൽ സ്ഥാപന മാറ്റം, സ്ഥലം മാറ്റം തുടങ്ങിയിട്ടുള്ളവയും രോഗദുരിതങ്ങൾ ഭയക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എന്നാൽ കടബാധ്യതയിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. കടവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധനവിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കും. കാര്യമേഖലയിൽ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിൽ ഗുണം തുടക്കം തടസ്സമാണെങ്കിലും ക്രമേണ അതിൽ ഗുണം പ്രതീക്ഷിക്കാം. രോഗഭയമൊക്കെ മാറി രോഗവിമുക്തി ഉണ്ടാകേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അധികാരപ്രാപ്തിയിലേക്ക് കടന്നു വരുവാനും ഇടയുണ്ട്. അപ്പോൾ 2026 ജനുവരി മാസം മുതൽ 2026 മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. ആ സമയത്ത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക, അസ്തമയ ശേഷം ശാസ്താവിന് ക്ഷേത്രത്തിൽ നീരാജനം നടത്തുക എന്ന വഴിപാടും, വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകളും, ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും സർപ്പക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ഇനി 2026 ജൂൺ മാസം 1 മുതൽ 2026 ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക്
മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രതികൂല ഫലങ്ങൾക്കും ശമനം വരുന്നതാണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായ ഫലമായിരിക്കും വരിക. 2026 ജൂൺ മാസം 1 തീയതി മുതൽ ഡിസംബർ മാസം 30 തീയതി വരെ ധനലാഭം പ്രതീക്ഷിക്കാം, തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം, തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം, പ്രവാസ ജീവിതം പ്രതീക്ഷിക്കാം, കുടുംബപരമായിട്ട് അകന്നു കഴിഞ്ഞവരുടെ ഐക്യത പ്രതീക്ഷിക്കാം, തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം ലഭിക്കുന്ന തരത്തിലേക്ക് പോകാം. അകന്നു നിന്ന ബന്ധങ്ങൾ അടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതരുടെ മക്കളെ സംബന്ധിച്ച് വിവാഹം നടക്കാത്ത മക്കളാണെങ്കിൽ വിവാഹം നടക്കാം, തൊഴിലില്ലാത്ത മക്കളാണെങ്കിൽ തൊഴിൽ ലഭിക്കാം, പരീക്ഷകളിൽ ഏർപ്പെടുന്ന മക്കളാണെങ്കിൽ പരീക്ഷ വിജയം പ്രതീക്ഷിക്കാം, ധനലാഭം ഏത് വിധത്തിലും ധനലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ പ്രശ്നം എല്ലാം ഉണ്ടാകുമെങ്കിൽ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള വിശേഷ ബുദ്ധി പ്രവർത്തിക്കും. വിവാഹലബ്ധി ഈ നക്ഷത്രജാതർക്കോ അല്ലെങ്കിൽ ഇവരുടെ തറവാട്ടിലുള്ള മറ്റ് മക്കളുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ മക്കളുടെ സ്ഥാനത്തുള്ളവർക്കോ വിവാഹലബ്ധിയും തൊഴിൽ ലബ്ധിയും ആനന്ദലബ്ധിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനധാന്യ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ രേവതി നക്ഷത്രജാതരെ സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യതയെങ്കിലും ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം വളരെയേറെ സൗഭാഗ്യകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഇവരുടെ ജാതകപ്രകാരമുള്ള ദശാനാഥനും അപകാരനാഥനൊക്കെ ഈ സമയം വളരെ ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അനവധി ഭാഗ്യങ്ങൾ ഇവരെ തേടി വരുവാനിടയുണ്ട് എന്നതാണ് നമുക്ക് എടുത്തു പറയാവുന്ന ഫലം. ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടും ഈശ്വര പ്രാർത്ഥനയിലൂടെയും വഴിപാടുകളിലൂടെയും മനസ്സിൻ്റെ ഒരു ഏകാഗ്രത വർദ്ധിപ്പിച്ചുകൊണ്ടും മനോബലം വർദ്ധിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോയാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തുകയും അവയിൽ ഏറെക്കുറെ വിജയിക്കുവാനും ചെയ്യുവാനുള്ള സാധ്യത 2026 കാണുന്നു എന്നത് തന്നെയാണ് ഈ ഒരു നക്ഷത്രഫലം അല്ലെങ്കിൽ ജ്യോതിഷ ഫലത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. എല്ലാവരും ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശ്വരനെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.